കഴിഞ്ഞ ദിവസം ഞങ്ങൾ റാൻഡമായിട്ട് കോഡ് ജനറേറ്റ് ചെയ്യുന്ന ഒരു UI ആണ് ക്രിയേറ്റ് ചെയ്തത്. അപ്പോൾ പ്രോഗ്രാം നമുക്ക് റൺ ചെയ്യാം. ലോക്കൽ ഹോസ്റ്റ് 3000 നമുക്ക് പോയി കഴിഞ്ഞാൽ ഇതുപോലൊരു റിയാക്ട് ചലഞ്ചസ് ഉണ്ടാവും. റാൻഡം കോഡ് എന്ന ലിങ്കിൽ നമുക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഗെറ്റ് ന്യൂ കോഡ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഓരോ തവണയും പുതിയ പുതിയ റാൻഡം ആയിട്ടുള്ള കോഡ്സ് ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ ഇത് അച്ചീവ് ചെയ്യാനായിട്ട് നമ്മൾ ചെയ്തത് ഒരു അറേ ഓഫ് കോഡ്സ് ആദ്യം ഡിക്ലെയർ ചെയ്തു. അതിനുള്ളിൽ നിന്ന് റാൻഡമായിട്ട് ഓരോ കോഡിനെ റെൻഡർ ചെയ്യിക്കുകയാണ്. ഒരു റാൻഡം നമ്പർ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട് ഇവിടെ. അതിനുശേഷം സെറ്റ് കോഡ്സിനുള്ളിൽ റാൻഡം നമ്പർ അതായിട്ട് നമ്മൾ സ്റ്റേറ്റ് വേരിയബിളിനെ സെറ്റ് ചെയ്തു. അപ്പോൾ ആ രീതിയിലാണ് നമ്മൾ അച്ചീവ് ചെയ്തത്. ഇതേ റാൻഡം കോഡ് ജനറേറ്റ് ചെയ്യുന്നതിന് നമുക്ക് API വെച്ചിട്ട് എങ്ങനെ കോൾ ചെയ്തിട്ട് നമുക്ക് UIയിൽ ഡിസ്പ്ലേ ചെയ്യിപ്പിക്കാമെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിപ്പോൾ ഗെയിം ഓഫ് ത്രോൺസ് കോഡ്സ് XYZ എന്ന് പറയുന്ന വെബ്സൈറ്റിൽ നിന്ന് ആദ്യം കാണുന്ന ഗെറ്റ് എ റാൻഡം കോഡ് എന്ന് പറയുന്ന ലിങ്കാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഓക്കെ, ഞാനിത് കോപ്പി ചെയ്യുന്നു. കോപ്പി ചെയ്തതിന് ശേഷം ഇവിടെ വന്നിട്ട് ഞാൻ ഈ ഒരു ഫങ്ഷനെ തൽക്കാലം ഫങ്ഷൻ അവിടെ നിന്നോട്ടെ. ഞാൻ ഇവിടെ യൂസ് എഫക്റ്റ് വിളിക്കുകയാണ്. യൂസ് എഫക്റ്റ് വിളിച്ചതിന് ശേഷം യൂസ് എഫക്റ്റിനുള്ളിൽ ഞാൻ ഒരു async ഫംഗ്ഷൻ ഡിക്ലെയർ ചെയ്യുകയാണ്. async ഫംഗ്ഷൻ ഡിക്ലെയർ ചെയ്യുന്ന കാരണം നമ്മൾ API വിളിക്കുന്ന സമയത്ത് API ഒരു പ്രോമിസ് ആയിരിക്കും റിട്ടേൺ ചെയ്യുന്നത്. അപ്പോൾ പ്രോമിസ് എന്ന് പറയുമ്പോൾ വെയിറ്റ് കൊടുക്കണം. ഓക്കെ, അപ്പോൾ വെയിറ്റ് കൊടുക്കണമെങ്കിൽ അത് async ഫംഗ്ഷൻ ആയിരിക്കും. അപ്പോൾ ഞാനിവിടെ കോൺസ്റ്റ് റെസ്പോൺസ് അസൈൻ വെയിറ്റ് ഫെച്ച് കൊടുത്തതിന് ശേഷം ആ ലിങ്ക് നമുക്കിവിടെ കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇത് നമ്മുടെ ഡേറ്റനെ ഫെച്ച് ചെയ്യും. ഓക്കെ, ഫെച്ച് ചെയ്തത് ഒരു റെസ്പോൺസ് ആയിട്ടായിരിക്കും കിട്ടുന്നത്. ആ റെസ്പോൺസ് നമ്മൾ JSON ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന സമയത്തായിരിക്കും നമുക്കൊരു ജാവാസ്ക്രിപ്റ്റ് ഒബ്ജക്റ്റ് കിട്ടുന്നത്. സോ ഞാൻ കോൺസ്റ്റ് റാൻഡം അസൈൻ വെയിറ്റ്, അഗെയിൻ നമുക്ക് വെയിറ്റ് കൊടുക്കണം. ആ റെസ്പോൺസ് ഡോട്ട് JSON കൊടുത്തു. JSON കൊടുത്ത സമയത്ത് നമുക്ക് റാൻഡം കോഡ് ഐ തിങ്ക് വി കനോട്ട് ഡിക്ലെയർ. ഓക്കെ, നമ്മൾ ഓൾറെഡി ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ന്യൂ കോഡ്സ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ന്യൂ കോഡ് വെയിറ്റ് റെസ്പോൺസ്. അപ്പോൾ ഇതിവിടെ എറർ കാണിക്കുന്നതിന് കാരണം ഓക്കെ, ഇത് നമുക്ക് ഞാനിവിടെ ഒരു കോൺസ്റ്റ് ഗെറ്റ് കോഡ് അസൈൻ ഞാനൊരു async ഫംഗ്ഷൻ ഡിക്ലെയർ ചെയ്തതിന് ശേഷം അതിനുള്ളിലായിരിക്കും ഞാൻ ഈ ഒരു ഡേറ്റ നമുക്ക് ഫെച്ച് ചെയ്യുന്നത്. ഓക്കെ, async കൊണ്ട് വെയിറ്റ് എന്നുള്ളിലാണ് നമ്മൾ ഡേറ്റ ഫെച്ച് ചെയ്യുന്നത്. ഡേറ്റ ഫെച്ച് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് കൺസോൾ ലോഗ് ചെയ്ത് നോക്കാം എന്ത് ഡേറ്റയാണ് കിട്ടിയത്. കൺസോൾ ഡോട്ട് ലോഗിൽ ന്യൂ കോഡ് നമ്മൾ റെൻഡർ ചെയ്യാം. ഓക്കെ, ഇത് റെൻഡർ ചെയ്യണമെങ്കിൽ ഈ ഫംഗ്ഷൻ നമുക്ക് കോൾ ചെയ്യണം. അപ്പോൾ ഫംഗ്ഷനെ ഞാൻ ഇതിനെ അവസാനമായിട്ട് കോളും ചെയ്യാണ്. ഗെറ്റ് കോഡ് കൊടുത്തു, എന്നുള്ളിൽ ഞാൻ ഒരു empty അറേയും കൊടുത്തു. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ UIയിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ UI നിലവിൽ നോർമൽ UI ഉണ്ടാവും. പക്ഷെ യൂസ് എഫക്റ്റ് കൊടുത്തതുകൊണ്ട് ഇവിടെ തന്നെ നമുക്ക് API കോളും കാണാൻ പറ്റും. ഓക്കെ, നമുക്കിവിടെ ഒരു ഒബ്ജക്റ്റ് ആയിട്ട് അത് റിട്ടേൺ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഈ ഒബ്ജക്റ്റിൽ നമുക്ക് വേണ്ടത് നമുക്ക് ഈ സെൻറ്റൻസ് ആണ് വേണ്ടത്. ഓക്കെ, ഫിയർ കട്ട് ഡീപ്പർ ദാൻ സോൾ. ഓക്കെ, ഇതാണ് നമുക്ക് വേണ്ട കോട്ട്. ഈ കോട്ടിനെയാണ് നമുക്ക് റെൻഡർ ചെയ്യേണ്ടത്. അപ്പോൾ ഞാനിവിടെ വന്നിട്ട് ഈ
കോഡ്സ് സെറ്റ് കോഡ് കൊടുത്തു. സെറ്റ് കോഡ് നമുക്ക് ഇവിടെ കൊടുത്തതിന് ശേഷം സെറ്റ് കോഡിനുള്ളിൽ ന്യൂ കോഡ് ഡോട്ട് നമുക്ക് എന്താണ് ഇവിടെ വേണ്ടത്, ഈ സെൻറ്റൻസ് എന്ന് പറയുന്ന അതിനെ ഞാൻ കോപ്പി ചെയ്തു, ഈ സെൻറ്റൻസിന് ഇവിടെ പേസ്റ്റ് ചെയ്തു. അപ്പോൾ ഞാൻ ആ ഒരു സെൻറ്റൻസ് ഞാൻ ഈ കോട്ടാക്കി മാറ്റി. ഓക്കെ, ഇങ്ങനെ യൂസ് എഫക്റ്റ് വെച്ചിട്ടാണ് നമ്മൾ ഡേറ്റ ഫെച്ച് ചെയ്യുന്നതും ഇത് ഡിസ്പ്ലേ ചെയ്യിപ്പിക്കുന്നതും. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു ഓരോ തവണ നമുക്ക് ക്ലിക്ക് ചെയ്യുന്ന സമയത്തും ഇത് റെൻഡർ ചെയ്യണം, ഈ ഒരു യൂസ് എഫക്റ്റ് കോൾ ചെയ്യണം. അപ്പം എപ്പോഴൊക്കെയാണോ നമ്മുടെ UI റെൻഡർ ചെയ്യുന്നത്, ഈ റീറെൻഡർ ചെയ്യുന്നത്, അപ്പോഴൊക്കെ ഈ ഒരു ഫങ്ഷൻ കോൾ ചെയ്യും. ഓക്കെ, അപ്പോൾ അതിനെ റീറെൻഡർ ചെയ്യാനായിട്ട് നമുക്ക് ഞാനിവിടെ ഒരു കോൺസ്റ്റ് ഞാനിവിടെ ഒരു വേരിയബിൾ കൊടുത്തു, ഓൺ സെറ്റ് ഓൺ എന്ന് പറയുന്നൊരു സ്റ്റേറ്റ് വേരിയബിൾ കൊടുത്തിട്ട് യൂസ് സ്റ്റേറ്റ് കൊടുത്തു. ഞാൻ തൽക്കാലം ആദ്യം ഞാൻ ട്രൂ എന്ന് കൊടുത്തു. ട്രൂ എന്ന് കൊടുത്തതിന് ശേഷം ഗെറ്റ് കോട്ടിനുള്ളിൽ സെറ്റ് ഓൺ സൈൻ ഓൺ ആണെങ്കിൽ ഓഫ് ആണെങ്കിൽ ഓൺ, ആ ഒരു രീതിയിൽ ഞാൻ കൊടുക്കുകയാണ്. പ്രീവിയസ് സ്റ്റേറ്റ് നോട്ട് പ്രീവ്യൂ എന്ന് കൊടുത്തു. ഓക്കെ, അപ്പോൾ ഓരോ തവണയിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഈ സ്റ്റേറ്റ് വേരിയബിൾ മാറും. സ്റ്റേറ്റ് വേരിയബിൾ മാറുന്ന സമയത്ത് ഈ യൂസ് എഫക്റ്റ് വീണ്ടും കോൾ ചെയ്യണം. അത് ചെയ്യാനായിട്ട് ഞാൻ ഈ ഓണിനെ ഈ അരയ്ക്കുള്ളിൽ ഡിപ്പെൻഡൻസി അരയ്ക്കുള്ളിൽ ഇതിൻ്റെ ഈ യൂസ് എഫക്റ്റിൻ്റെ ഡിപ്പെൻഡൻസി ആയിട്ട് ഈ ഓൺ എന്ന് പറയുന്ന സ്റ്റേറ്റ് വേരിയബിളിനെ ഞാൻ പാസ് ചെയ്തു. ഓൺ എന്ന സ്റ്റേറ്റ് വേരിയബിൾ പാസ് ചെയ്യുന്ന സമയത്ത് എപ്പോഴൊക്കെയാണോ ഓൺ എന്ന് പറയുന്ന സ്റ്റേറ്റ് വേരിയബിളിൻ്റെ സ്റ്റേറ്റ് ചേഞ്ച് ആവുന്നത്, ആ സമയത്തെല്ലാം ഈ യൂസ് എഫക്റ്റ് കോൾ ചെയ്യും. അപ്പോൾ നമുക്ക് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഗെറ്റ് കോട്ട് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഇവിടെ വിളിക്കും. ആ ഫംഗ്ഷൻ വിളിക്കുന്ന സമയത്ത് ഓൺ എന്ന് പറയുന്ന വേരിയബിൾ ചേഞ്ച് ചെയ്യും. ഓൺ എന്ന് പറയുന്ന വേരിയബിൾ ചേഞ്ച് ആകുമ്പോൾ യൂസ് എഫക്റ്റ് കോൾ ചെയ്യുകയും യൂസ് എഫക്റ്റ് സെറ്റ് കോട്ടിനുള്ളിൽ നമ്മൾ റാൻഡമായിട്ട് ഫെച്ച് ചെയ്ത ഡേറ്റ സെറ്റ് ചെയ്യുകയും ചെയ്യും. ഇങ്ങനെ നമുക്ക് സിമ്പിളായിട്ട് ഫെച്ച് ചെയ്ത് കാണിക്കാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് പുതിയ അതായിട്ടുള്ള ഇതിപ്പോൾ നമുക്ക് നിലവിൽ നമ്മൾ ഫെച്ച് ചെയ്ത് API വെച്ചിട്ട് ഫെച്ച് ചെയ്ത ഡേറ്റയാണ് റെൻഡർ ചെയ്യുന്നത്. ഐ വാണ്ട് യുവർ ബേബി ടു ലീവ്, ഡോണ്ട് ലെറ്റ് മീ ഡൈ, ജാമി. ഇത് നിലവിൽ നമ്മൾ ആദ്യം ചെയ്തത് ഈ കോഡ്. അപ്പോൾ ഈ ഒരു ഇതിനെ നമുക്ക് ഫുള്ള് ഡിലീറ്റ് ചെയ്താലും മീൻസ് അതില്ലെങ്കിൽ നിലവിൽ ഇത് നമുക്ക് വർക്ക് ചെയ്യുന്ന വെച്ചാൽ ഇത് ലൈവായിട്ട് നമുക്ക് ഫെച്ച് ചെയ്തിട്ടുണ്ട്. ഇനി അതുപോലെ തന്നെ ഇതിൽ ഇനി വേറെ ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റ് നമുക്ക് ഒന്നുകൂടെ നമുക്ക് കൺസോൾ ലോഗും കൂടെ ചെയ്യാം. എന്നിട്ട് അതിനുള്ളിൽ നമുക്ക് വേറെ എന്തെങ്കിലും ഡേറ്റാസ് അത് ആരാണോ ആ കോട്ട് പറഞ്ഞത് കൺസോൾ ഡോട്ടിൽ എന്നുള്ളതൊക്കെ നമുക്ക് വേണമെങ്കിൽ കൊടുക്കാം. കൺസോൾ ഡോട്ട് ലോഗിൽ പോയതിന് ശേഷം ന്യൂ കോട്ട് ഞാൻ കൺസോൾ ലോഗ് ചെയ്തു. ന്യൂ കോട്ട് നിലവിലൂടെ വന്നിട്ട് നമുക്ക് റെൻഡർ ചെയ്ത് നോക്കുന്ന സമയത്ത് പുതിയത് നമുക്കിവിടെ അത് നമുക്കിത് കൺസോൾ ലോഗ് ചെയ്തു. കൺസോൾ ലോഗിൽ പോയതിന് ശേഷം നമുക്ക് എന്താണോ വേണ്ടത് ഞാൻ നെയിമും കൂടെ എടുക്കാം. ഓക്കെ, ക്യാരക്ടർ നെയിമും കൂടെ നമുക്ക് എടുക്കാം. ഓക്കെ, ക്യാരക്ടർ നെയിം. അപ്പോൾ ഞാൻ ഇവിടെ ഒരു സ്റ്റേറ്റ് വേരിയബിളും കൂടെ ഡിക്ലെയർ ചെയ്യുകയാണ്. കോൺസ്റ്റ് നെയിം സെറ്റ് നെയിമും കൊടുത്തു. സെറ്റ് നെയിമിനുള്ളിൽ പോയിട്ട് ഞാൻ യൂസ് സ്റ്റേറ്റ് കൊടുത്തതിന് ശേഷം ഞാനത് ഒരു സ്ട്രിങ് ആണെന്ന് ഞാൻ പറയുന്നു. ടൈപ്പ് സ്ക്രിപ്റ്റിൽ ഞാൻ സ്ട്രിങ് എന്ന ടൈപ്പാണ്, നിലവിൽ empty സ്ട്രിങ് ആണെന്ന് പറയുന്നു. ഓക്കെ, അതിനുശേഷം ഈ ഒരു സെറ്റ് കോട്ട് സെറ്റ് ചെയ്യുന്നത് പോലെ തന്നെ സെറ്റ് നെയിമും ഞാൻ സെറ്റ് ചെയ്യാണ്. സെറ്റ് നെയിം ന്യൂ
coat dot character dot name. അതിനുശേഷം കോട്ടിന് താഴെയായിട്ട് ഒരു p ടാഗ് കൊടുത്തതിന് ശേഷം ഞാൻ ഒരു ഒബ്ജക്റ്റ് ഡിക്ലെയർ ചെയ്തതിന് ശേഷം നെയിമും കൂടെ പാരന്തസിസിനുള്ളിൽ നെയിമും കൂടെ ഡിക്ലെയർ ചെയ്തു. അപ്പോൾ ഇവിടെ നമുക്ക് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ബേൺ ദ മോൾ നെയിം കിട്ടുന്നില്ല. നെയിം കിട്ടാത്ത എന്താണെന്ന് നമുക്ക് നോക്കണമെങ്കിൽ ഡിലീറ്റ് ചെയ്യാം. നമുക്കിവിടെ വന്നതിന് ശേഷം സെറ്റ് നെയിം, കോഡ് നെയിം, ക്യാരക്ടർ നെയിം. ഓക്കെ, കൺസോൾ ലോഗിൽ ന്യൂ കോട്ട് കൂടെ ഞാൻ എൻ്റർ ചെയ്യുന്നു. ന്യൂ കോട്ട് നമുക്കിവിടെ കാണാം. ക്യാരക്ടർ സ്പെല്ലിങ്ങിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ എന്ന് നോക്കട്ടെ. ക്യാരക്ടർ ഡോട്ട് നെയിം. ക്യാരക്ടർ ഡോട്ട് നെയിം. ഓക്കെ, അത് സ്പെല്ലിങ് മിസ്റ്റേക്ക് ആയിരുന്നു. റീസൺ ക്ലോഡിയൻ ലാൻസിസ്റ്റർ യുവർ ഡ്രാഗൺ ബി എ ഡ്രാഗൺ. അപ്പോൾ നമുക്ക് പറഞ്ഞ ആളിൻ്റെ നെയിം ഇവിടെ കാണിക്കുന്നുണ്ട്, അതുപോലെ തന്നെ അവരുടെ കോട്ടും കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമുക്ക് ഈ ഡാറ്റ ഫെച്ച് ചെയ്യും അത് നമുക്ക് ഡിസ്പ്ലേ ചെയ്യിപ്പിക്കാൻ പറ്റുന്നത്. താങ്ക് യു.